ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ പെപ്പർ കറിയാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഗ്യാസ് സ്റ്റവിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഞാനിതിൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ആക്കാം. ഞാനിതിൽ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒരുമിച്ച് ഇട്ട് ചതച്ചത് ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 5 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കിലോ ചിക്കനാണ് ഞാനിവിടെ കറിക്ക് യൂസ് ആക്കുന്നത്. അതിന് 5 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇതിലിട്ടിരിക്കുന്നത്. പച്ചമുളക് ഞാനിത് ആഡ് ചെയ്യുന്നില്ല, കാരണം പെപ്പർ നമ്മൾ യൂസ് ആക്കുന്നുണ്ട്. പച്ചമുളക് ഞാനിതിൽ എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് 3 4 നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. കാരണം ഇത് പെപ്പർ കറി ആയതുകൊണ്ട് ഞാൻ കുട്ടികളും ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 2.5-3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചമണം പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പെപ്പർ, കുരുമുളക് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ, കുറച്ച് വെള്ളത്തിൽ ഞാൻ കുറച്ച് കുരുമുളക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. കുറച്ച് വേവിച്ചാൽ മതി. വെന്ത് കഴിഞ്ഞിട്ട് നമ്മളത് തണുക്കാൻ വെച്ചിട്ട് നമ്മൾ അത് പേസ്റ്റ് രൂപേണ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 2 ചെറിയ തക്കാളി ആഡ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ കുറേ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. എല്ലാം അത് കഴിഞ്ഞിട്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇനി അടച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത് തുറന്ന് വയ്ക്കുക. തുറന്ന് നോക്കുമ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുരുമുളക് പേസ്റ്റ് നമ്മൾ എരിവനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാലയായിട്ട് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് ഉള്ളിയായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ചിക്കനും ഇട്ട് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ആ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ നല്ല സ്ട്രോങ് ആയിരുന്നു, അത് ഞാനിതിൽ കാണിക്കുന്നില്ല. എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ നല്ല പാടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിക്കണം. ഞാൻ വെള്ളം ഒഴിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല രീതിയിൽ വെന്ത് വരുമ്പം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നില്ല ഇത്ര നല്ല എരിവായതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുമെന്നും തോന്നുന്നില്ല. പക്ഷേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവറിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചിക്കൻ പെപ്പർ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയൊക്കെ ഇട്ട് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പെപ്പർ ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.